ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു കൊച്ചു സ്റ്റുഡിയോ വ്ളോഗാണ്. ഇന്ന് നമ്മളുള്ളത് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റുഡിയോസ് എന്ന് പറയാവുന്ന കൊച്ചി വൈറ്റ്ലയിലെ സ്റ്റുഡിയോയിലാണ്. ഇത് ഓൾറെഡി ഓണത്തിന് മുമ്പ് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. പക്ഷേ പനിയും ചുമയും കൊണ്ട് സൗണ്ട് അടിച്ചു പോയതുകൊണ്ടും അപ്ലോഡ് ചെയ്യാൻ ലേറ്റായിപ്പോയി. ക്ഷമിക്കൂ. ഈ സ്റ്റുഡിയോ 3 നിലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വലിപ്പമുണ്ട്. പിന്നെ അത്യാവശ്യം ബാക്കിയുള്ള സ്റ്റുഡിയോനെ അപേക്ഷിച്ച് നല്ല കളക്ഷൻസും ഉണ്ട്. ഇദ്ദേഹം എന്ന് എൻ്റെ ഭർത്താവിന് ഷൂ മേടിക്കാനും പിന്നെ എൻ്റെ നെവ്യുവിന് ഡ്രസ്സ് എടുക്കാനും ഒപ്പം ഈ പുതിയ സ്റ്റുഡിയോ ഒന്ന് പരിചയപ്പെടാനും കൂടിയാണ് നമ്മളിവിടെ എത്തിയത്. ഇഷ്ടപ്പെട്ട ഷൂ കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ അദ്ദേഹം ഡ്രസ്സ് എടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. പിന്നെ ടീഷർട്ട് സെക്ഷനിലേക്ക് പോകലായി, അവിടെ നിന്ന് നോക്കലായി, എടുക്കലായി. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതെടുക്കാം, വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് വെച്ച് നോക്കി ഇഷ്ടപ്പെട്ടു, എടുക്കുന്നു ഗോപാലൻ. ക്യാഷ് ഞാൻ കൊടുത്തോളാം, ഇന്ന് എൻ്റെ ട്രീറ്റാ എന്ന് പറഞ്ഞത് കാരണം കൊണ്ട് തന്നെ ഒന്നിന് പകരം 2 എടുത്ത് സെയ്ത്താൻ. എന്നിട്ട് ആശാൻ തപ്പിക്കൊണ്ടിരിക്കുക അവിടെ. ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം അങ്ങനെ കുറേ ദിവസം ഉണ്ടല്ലോ. എല്ലാ ഓണം ഡേയ്സിലും പുതിയ ഓണക്കോടി ഇടാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആശാൻ അവിടെ തപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് ബോയ്സ് സെക്ഷനിലേക്കാണ്. എൻ്റെ നെവ്യുവിന് ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞില്ലേ, അവിടേക്ക്. എല്ലാ ഐറ്റംസും സെപ്പറേറ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് അടുക്കും ചിട്ടയോടൊക്കെ കൂടെ വെച്ചിരിക്കുന്നത് തന്നെയാണ് സ്റ്റുഡിയോയിലേക്ക് വരാനുള്ള എൻ്റെ ഏറ്റവും വലിയ ആകർഷണം. ടീഷർട്ടും ട്രൗസേഴ്സുള്ള സെറ്റായിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ് ആദ്യം നോക്കിയത്. പക്ഷേ അത് നമുക്ക് അധികം ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് സെപ്പറേറ്റ് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു. പിന്നെ 149 രൂപയുടെ സെക്ഷനിലേക്ക് പോയിട്ട് ടീഷർട്ട് നോക്കി. അവന് അധികം ഇല്ലാത്ത കളേഴ്സ് ചൂസ് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ട് അതൊന്ന് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അത് ഓക്കെ ആണ്, അവൻ്റെ സൈസും കറക്റ്റായിരിക്കും. അതുകൊണ്ട് തന്നെ അതെടുത്തു. പിന്നെ ഒരെണ്ണം കൂടി നോക്കി, ഇതാണ് എടുത്തത്. പിന്നെ അതും നമുക്ക് കറക്റ്റ് സൈസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം നമ്മളുടെ സൈസിന് കറക്റ്റായിട്ട് കിട്ടുമ്പോഴാണല്ലേ നമുക്ക് സന്തോഷം. സ്റ്റുഡിയോ പോലെയുള്ള ഷോപ്പുകളുടെയൊക്കെ പ്രധാന ആകർഷണം അതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട എന്ത് സാധനം ഉണ്ടെങ്കിലും അതിൻ്റെ എല്ലാ സൈസും അവിടെ അവൈലബിൾ ആയിരിക്കും. ഇത്രയും നേരം ഞാൻ പിടിച്ചതൊന്നും എനിക്ക് ഒട്ടും ക്ഷമയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സെക്ഷനിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്കും നെയിൽ പോളിഷസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഞാനങ്ങനെ കുറേ നേരം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരുന്നു. പിന്നെ താഴെ കിടന്നിട്ട് ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് നോക്കി എടുത്തതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഷെയ്ഡ് നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. നോക്കി 99 രൂപയായിരുന്നു. ഒരെണ്ണം സെലക്ട് ചെയ്തു. പിന്നെ അവിടെ കുറച്ച് നേരം കൂടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് കണ്ട സാധനങ്ങളിലൊക്കെ കൈയിട്ട് വാരി പിന്നെ നമ്മൾ എടുത്ത സാധനങ്ങളുടെ ബില്ലും കൊടുത്തിങ്ങ് പോന്നു. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഡേ, ബൈ.